ഇത് മിഥുൻ നടുവത്ര. കഠിനാധ്വാനത്താൽ സമ്മിശ്ര കൃഷിയിൽ വിജയം കൈവരിച്ച ഒരു യുവ കർഷകൻ. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട വെള്ളാങ്ങല്ലൂർ സ്വദേശി. ഇദ്ദേഹത്തിന് സ്വന്തമായുള്ളത് 8 സെന്റിൽ താഴെ സ്ഥലം മാത്രം. പക്ഷേ കൃഷി ചെയ്യുന്നതാകട്ടെ 30 ഏക്കറിലും. കക്കിരി, നെല്ല്, വാഴ, പപ്പായ, കിഴങ്ങുവിളകൾ, ചെറുധാന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ മിഥുൻ വിവിധ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. പശു, തേനീച്ച എന്നിവയെയും വളർത്തുന്നുണ്ട്. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പല സ്ഥലങ്ങളിലായി നടത്തിവരുന്ന കൃഷികൾ വിജയിപ്പിച്ചെടുക്കാൻ ഈ യുവ കർഷകൻ ബുദ്ധിമുട്ടിയത് കുറച്ചൊന്നുമല്ല. അതിരാവിലെ 4:30 കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പണിയെടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത, മറ്റുള്ളവരെ സഹായിക്കാൻ മുൻപന്തിയിലും നിൽക്കുന്ന ഈ യുവ കർഷകൻ സീസൺ അനുസരിച്ച് പച്ചക്കറികൾ ഉൾപ്പെടെയുള്ളവയും കൃഷി ചെയ്യാറുണ്ട്. കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നിത്യശൈലി രോഗങ്ങളൊക്കെ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ കൃഷിയെ നന്നായിട്ട് ആത്മാർത്ഥത്തിൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു സന്തോഷം വേറെയാണ്. കാരണം ഇപ്പൊ ഞാൻ വെളുപ്പിന് 4 മണിക്കൊക്കെ എണീക്കുന്ന ആളാണ്. ഈ 4 മണി കഴിഞ്ഞിട്ട് ഇപ്പൊ വൈകിട്ട് ഒരു 8 മണി വരെ, അല്ലെങ്കിൽ ചില ദിവസം 10 മണി വരെ നമുക്കതൊരു അത്ര ടൈം വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല തോന്നുന്നത്, സന്തോഷമാണ് തോന്നുന്നത്. അപ്പോൾ കൃഷിയെ നന്നായിട്ട് നമ്മൾ സ്നേഹിക്കുന്നതനുസരിച്ച് നമുക്ക് രോഗങ്ങളായിക്കോട്ടെ നമ്മുടെ ലൈഫിലെല്ലാം കൊണ്ട് നമുക്ക് നല്ല ഹാപ്പി ആയിരിക്കും. വേനൽക്കാലത്തെ ചൂടിൽ നിന്നും ആശ്വാസം പകരുന്ന പൊട്ടുവെള്ളരിയാണ് നിലവിൽ കൂടുതലായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ കാലയളവിൽ മികച്ച ആദായം ലഭിക്കുന്ന ഒരു വിള കൂടിയാണ് കക്കിരി എന്നറിയപ്പെടുന്ന പൊട്ടുവെള്ളരി. നാടൻ വിഭവമായ പൊട്ടുവെള്ളരിയുടെ ഗുണമേന്മ തിരിച്ചറിയാത്തവരാണ് പലരും. ഈ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്, വിത്ത്, വിതയ്ക്കുന്ന രീതി, ജലസേചനം എന്നിവ പ്രധാനമാണ്. തടം തയ്യാറാക്കി, വിത്ത് പാകി, ആവശ്യാനുസരണം നനച്ചും വളമിട്ടും ഹൈടെക് രീതിയിലോ നാടൻ രീതിയിലോ കക്കിരി കൃഷി ചെയ്യാം. കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ ഉൾപ്പെടെ മിഥുൻ കക്കിരി കൃഷി ചെയ്തു വരുന്നുണ്ട്. സീസൺ മുഴുവനും പൊട്ടുവെള്ളരി ലഭ്യമാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് കൃഷി എന്നത് ശ്രദ്ധേയമാണ്. എല്ലാ കൃഷിയിടങ്ങളിലും ഓടിയെത്തി പ്രവർത്തികൾ നടത്താൻ സാധിക്കാത്തതിനാൽ കക്കിരിപ്പാടം ഒരുക്കാനും മറ്റു പണികൾക്കുമായി തൊഴിലാളികൾ സജീവമായി രംഗത്തുണ്ട്. കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ആദ്യം കോഴിക്കാഷ്ടം ഇട്ടതിന് ശേഷം മുകളിൽ മണ്ണിട്ട് മൂടും. അതിനു മുകളിൽ മൾച്ചിങ് ഷീറ്റ് വിരിക്കും. വിത്തുകൾ നടാനായി ഷീറ്റിൻ്റെ 2 ഭാഗങ്ങളിലും തുളയിടും. പിന്നീടാണ് ഇതിൽ വിത്തുകൾ ഇടുക. ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം ഉപയോഗിച്ചാണ് ജലസേചനം.
നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്താൽ സീസൺ മുഴുവനും മാർക്കറ്റിൽ കക്കിരി കൊടുക്കാൻ കഴിയും. നവംബർ മാസം ആദ്യവാരത്തിൽ കക്കിരി കൃഷി തുടങ്ങിയാൽ ജനുവരി മുതൽ വിപണിയിൽ കക്കിരി എത്തിക്കാൻ സാധിക്കും. ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടൊരു പ്രചോദനമാണ് മിഥുൻ. നെൽകൃഷി ചെയ്യാനാണെങ്കിലും പിന്നെ പൊട്ടുവെള്ളരി, പച്ചക്കറി കൃഷി, പപ്പായ കൃഷി, നേന്ത്രവാഴ കൃഷി ഇതെല്ലാം മിഥുൻ ചെയ്തു വരുന്നു. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൃഷിഭവനെ സമീപിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാക്സിമം മിഥുനെ സഹായിക്കാൻ വേണ്ടി എല്ലാം നമ്മുടെ കൃഷിഭവനിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ആട് വളർത്തലും കോഴി വളർത്തലും എല്ലാം, പിന്നെ തേനീച്ച വളർത്തൽ ഇതെല്ലാം മിഥുൻ ചെയ്തു വരുന്നു. RKVY പദ്ധതി പ്രകാരവും SHM പദ്ധതി പ്രകാരം പിന്നെ പഞ്ചായത്ത് പദ്ധതി പ്രകാരം എല്ലാ രീതിയിലും നമുക്ക് മിഥുനെ പ്രോത്സാഹിപ്പിക്കുന്നു. വളർന്നു വരുന്ന യുവാക്കൾക്ക് ഒരു ഉത്തമ മാതൃകയാണ് മിഥുൻ. കൃഷിഭവൻ തലത്തിൽ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്നുണ്ട്. മിഥുൻ്റെ മറ്റൊരു കൃഷിയിടത്തിൽ പൊട്ടുവെള്ളരി തൈകൾ നടുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. ഇവിടെയും മൾച്ചിങ് ഷീറ്റാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. നിശ്ചിത അകലത്തിൽ ഒരു കുഴിയിൽ 4 തൈകൾ വരെ നടും. ഈ തൈകളിൽ മികച്ച വളർച്ചയുള്ളതിനെ മാത്രമേ നിലനിർത്തുകയുള്ളൂ. തൈകൾ നടുന്നത് സംബന്ധിച്ചും മറ്റും ജോലിക്കാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ മിഥുൻ കൂടെയുണ്ട്. വെള്ളം പാഴാകുന്നത് തടയാനും ആവശ്യത്തിന് ജലസേചനം ഉറപ്പുവരുത്തുന്നതിനുമായി ഈ കൃഷിയിടത്തിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനമാണുള്ളത്. വീടിന് കുറച്ചകലെയുള്ള കൃഷിയിടത്തിൽ കക്കിരിത്തൈകൾ വളർന്നു വരുന്നതേയുള്ളൂ. നമ്മുടെ കയ്യിലുള്ള വിത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടുവെള്ളരി ഉണ്ട്, പയറുണ്ട്, പിന്നെ അതുപോലെ വെണ്ടക്കായ, അങ്ങനെ വിത്തുകളാണ്. പിന്നെ നെൽവിത്തുകളാണ്. അതിൽ നെൽവിത്ത് നമ്മുടെ കയ്യിൽ ഉമിയുണ്ട്, ശ്രേയസ് ഉണ്ട്, അങ്ങനെ വിത്തുകളുണ്ട്. പിന്നെ അതുപോലെ പൊട്ടുവെള്ളരിയുടെ വിത്തുണ്ട്. പൊട്ടുവെള്ളരിയുടെ വിത്ത് ഏകദേശം നമ്മൾക്ക് ഇപ്പോൾ 8000 രൂപയാണ് 1 കിലോത്തിന് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നെൽവിത്ത് നമുക്ക് ഏകദേശം 30 രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാവരും 40 രൂപ നമ്മൾ 30 രൂപയ്ക്കാണ് കൊടുക്കണേ. വെണ്ടക്കായ, പയർ, അങ്ങനെ വിത്തിനങ്ങൾ നമ്മുടെ കയ്യിൽ കുറച്ചധികം ഉണ്ട്. മറ്റൊരു സ്ഥലത്തുള്ള കക്കിരി വിളവെടുക്കാൻ പാകമായിരിക്കുകയാണ്. വിവിധ കൃഷിയിടങ്ങളിൽ പോയി നനയും പരിചരണങ്ങളും കഴിഞ്ഞാണ് മിഥുൻ ഈ കക്കിരിത്തോട്ടത്തിലേക്ക് എത്തുന്നത്. കഠിനമായ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തി വന്നതിൻ്റെ ക്ഷീണമൊന്നും മിഥുൻ്റെ മുഖത്തുണ്ടാകില്ല. ഈ യുവ കർഷകന് കൃഷിയാണ് ലഹരി. മൂത്തുകഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പൊട്ടുവെള്ളരി. മൂത്തത് മാത്രമാണ് പൊട്ടിക്കുക. വിത്ത് കുത്തി 20 ദിവസങ്ങൾ കഴിഞ്ഞാൽ കായ് വിരിഞ്ഞു തുടങ്ങുകയും 40 ദിവസങ്ങൾ പിന്നിട്ടാൽ വിളവെടുപ്പ് ആരംഭിക്കുകയും ചെയ്യും. പൊട്ടുവെള്ളരിയുടെ വളർച്ചാ സമയത്തുണ്ടാകുന്ന കീടാക്രമണങ്ങൾ ജൈവ രീതിയിൽ പരിപാലിക്കുന്നതിനും വിളവെടുക്കുന്ന സമയത്ത് പൂർണ്ണ മൂപ്പ് എത്തുന്നതിന് മുമ്പ് വിളവെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പൊട്ടുവീഴാറായ കക്കിരി മൂപ്പുകൂടി പൊട്ടിപ്പോകാതിരിക്കാൻ വിളവെടുത്ത ഉടൻ കടലാസ് ഉപയോഗിച്ച് നന്നായി പൊതിഞ്ഞ് സൂക്ഷിക്കാറാണ് പതിവ്. വിപണിയിൽ നല്ല വില ലഭിക്കുന്ന പൊട്ടുവെള്ളരിക്ക് പ്രാദേശിക മാർക്കറ്റുകളിലും മികച്ച ഡിമാൻഡാണ്. വിളവെടുത്ത പൊട്ടുവെള്ളരികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. വിളവെടുക്കാറായ കക്കിരിത്തോട്ടങ്ങൾ മൊത്തവ്യാപാരികൾക്ക് പകുത്തുകൊടുക്കുന്ന രീതിയാണ് മിഥുൻ പിന്തുടരുന്നത്. കൃഷിയിടത്തിലെ പൊട്ടുവെള്ളരിയുടെ ഗുണനിലവാരവും എണ്ണവും മറ്റും നോക്കി നിശ്ചിത തുക
കർഷകന് ഇത്തരം കച്ചവടക്കാർ നൽകും. അതാവുമ്പോൾ കർഷകന് റിസ്ക് ഇല്ലാതെ തന്നെ വിളകളെല്ലാം വിറ്റഴിക്കാൻ സാധിക്കും. സ്വന്തമായി വിപണി കണ്ടെത്തി വിൽപ്പന നടത്താനുള്ള ബുദ്ധിമുട്ടും സമയനഷ്ടവും എല്ലാം വൻകിട കച്ചവടക്കാർക്ക് തോട്ടം പകുത്തുകൊടുക്കുന്നതിലൂടെ കൃഷിക്കാർക്ക് ഒഴിവാക്കാം. ഇതിപ്പോൾ ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യാം. ജനുവരിയാണ് ഇതിൻ്റെ സീസൺ. ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം 5 മാസം 6 മാസം കിട്ടും. പിന്നെ ഇപ്പം ഡിമാൻഡാണ് സാധനം, വളരെ കുറവുള്ള ചരക്ക്. പിന്നെ കുറച്ച് ചില സമയത്ത് എല്ലാവരും മൊത്തമായിട്ട് പണിയുമ്പോൾ ഒരു ഇത്തിരി ഡിമ്മ് വരും. ഇത് ഇടപാട് തുടങ്ങിയിട്ട് 40 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. എന്നെ ഇത് തൊഴിൽ പഠിപ്പിച്ചത് കൊടുങ്ങല്ലൂരുള്ളൊരു പറക്കോട്ട് ഉണ്ണികൃഷ്ണൻ എന്ന് പറയും. ആളാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. അന്ന് 8 രൂപയ്ക്കുള്ളൂ ഹോൾസെയിൽ വില, വിൽക്കുന്നത് 15 രൂപ, 10 രൂപ 15 രൂപ ഒക്കെയാണ് വില. അത് നല്ല സാധനം, അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല സാധനമാണ്. ഞാനൊരു തൂക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25 രൂപ വിലക്ക് ഞാൻ തൂക്ക് കൊടുക്കും. 30 രൂപക്ക് ഞാൻ മറിച്ച് കൊടുക്കുകയും ചെയ്യും. പിന്നെ മുറിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മ തോട്ടത്തിലിറങ്ങി കായ നോക്കി നമ്മ ഒരു എഗ്രിമെന്റ് ചെയ്യും. വളം വെള്ളം കൊടുക്കണം. അപ്പൊ അതൊരു മാന്യമായ വിലക്ക് എടുക്കും. ഇനിയിപ്പോ നഷ്ടം വരണമെങ്കിൽ കൃഷിക്കാരൻ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യും. നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മ അതനുസരിച്ച് ചെയ്യുകയും ചെയ്യും. മലപ്പുറം, കോഴിക്കോട്, എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ലയിലും മിക്ക സ്ഥലത്തും കൊടുക്കുന്നുണ്ട്. എറണാകുളം ജില്ല മൊത്തത്തിൽ പകുതി കടകളിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ജ്യൂസ് ഉണ്ട്. ജ്യൂസ് 30 രൂപ. അത് നല്ല ടേസ്റ്റുള്ള ജ്യൂസാ. അരി വറുത്ത് പൊടിച്ചത്, ബിസ്ക്കറ്റ്, ഏലക്കായ, ജീരകം എല്ലാം ഇട്ടിട്ടാണ് ജ്യൂസ് കൊടുക്കുന്നത്. അത് വെള്ളം ഒഴിക്കൂല, ഐസ് ട്യൂബ് ഇടൂല. പൂമംഗലം പഞ്ചായത്ത് പരിധിയിലാണ് വിവിധ ഇനം വാഴകളും കുറ്റിപ്പയറും മറ്റും കൃഷി ചെയ്യുന്നത്. തേനി, സ്വർണമുഖി തുടങ്ങിയ ഇനങ്ങളിലുള്ള നേന്ത്രവാഴകൾ ഇവിടെ വളരുന്നു. മികച്ച വിളവ് നൽകുന്ന വാഴയിനമാണ് സ്വർണമുഖി. സാധാരണ നേന്ത്രവാഴയേക്കാൾ വലിയ കുലകളും കായ്കളും ഇതിൻ്റെ പ്രത്യേകതയാണ്. സാധാരണ വാഴവിത്തിനേക്കാൾ വില കൂടുതലാണെങ്കിലും മികച്ച വിളവ് ഉറപ്പാക്കുമെന്നതിനാൽ സ്വർണമുഖിക്ക് എപ്പോഴും വലിയ ഡിമാൻഡാണ്. ഒരു വാഴക്കുലയ്ക്ക് സാധാരണ 10-12 കിലോ തൂക്കമാണ് ഉണ്ടാവാറ്. എന്നാൽ സ്വർണമുഖിയുടെ കുലയ്ക്ക് ശരാശരി 20 കിലോ വരെ തൂക്കമുണ്ടാകും. മികച്ച രീതിയിലുള്ള പരിപാലനമാണ് മിഥുൻ വാഴകൾ ഉൾപ്പെടെയുള്ള വിളകൾക്ക് നൽകി വരുന്നത്. വെള്ളാങ്ങല്ലൂർ ബ്ലോക്കിലെ മറ്റൊരു സ്ഥലത്തെ സ്വർണമുഖി വിളവെടുക്കാറായി നിൽക്കുകയാണ്. സൂപ്പർ നേന്ത്രൻ ഇനത്തിലുള്ള വാഴകളും മരച്ചീനിയും കൃഷി ചെയ്തു വരുന്നു. രോഗപ്രതിരോധ ശേഷിയുള്ള ഈ വാഴകൾ മികച്ച പരിചരണത്തിലൂടെ നല്ല വിളവ് നൽകുന്ന ഒരിനമാണ്. കൊല്ലരാമൻ ഇനത്തിൽപ്പെട്ടതാണ് മരച്ചീനി. മികച്ച വിളവ് നൽകുന്ന ഒരിനമാണിത്. ഈ കൃഷിയിടത്തിലും ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം മുഖേനയാണ് ജലസേചനം. വേനൽക്കാലത്ത് പോലും 60% മുതൽ 80% വരെ വെള്ളം ലാഭിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രധാന സവിശേഷത. പിന്നെ നമ്മൾ എല്ലാ മാസവും നമുക്ക് കൊല വെട്ടണ രീതിയിലാണ് നമ്മൾ വാഴ വെക്കുന്നത്. എല്ലാ മാസവും നമ്മൾ വാഴ വെക്കും. അപ്പം നമുക്ക് എല്ലാ വർഷത്തിൽ 365 ദിവസം നമുക്ക് കായ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യണത്. ഇവിടെ തന്നെ നമുക്ക് ഏകദേശം ഒരു 1500 വാഴകൾ ഇവിടെ ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് വേറെ സ്ഥലങ്ങളുണ്ട്. നമ്മൾ വാഴ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഇടവിളവ് നമ്മൾ എപ്പോഴും മുന്നേ കണ്ടിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഇപ്പം നമ്മൾ വാഴ വെക്കുമ്പോൾ മൾച്ചി ഷീറ്റ് ഇട്ട് നമ്മൾ അതിൽ കൂടെ തുള്ളിനനയോടെ പയറോ അല്ലെങ്കിൽ പുട്ടുള്ളരിയോ തണ്ണിമത്തനോ കുത്തി കൊടുക്കും. നമുക്കപ്പോൾ അത് ഏകദേശം അത് 60 ദിവസം ആകുമ്പോഴേക്കും അതിൻ്റെ വിളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കപ്പോഴേക്കും വാഴ ഏകദേശം പൊന്തും. പിന്നെ നമ്മൾക്ക് അതിന് വളമിട്ട് പിന്നെ നമ്മളൊരു ഇടവേള കൂടി ചെയ്യാറുണ്ട്.
അങ്ങനെ 2 വിളവെങ്കിലും നമ്മൾ മാക്സിമം എടുക്കും. എന്നാലാണ് ഇപ്പൊ ഈ ടൈമിൽ നമുക്ക് കൃഷിയോട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ തന്നെ ഈ ഇതിൽ തന്നെ നമ്മൾ വാഴയ്ക്ക് വെച്ചിരിക്കുന്ന കൊള്ളിയാണ്. ഇപ്പൊ രാമൻ കൊള്ളി എന്ന് പറഞ്ഞൊരു കൊള്ളിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നല്ല റിസൾട്ടാണ്. ഏകദേശം നമുക്കൊരു 8 കിലോ 10 കിലോത്തിന്റെ അടുത്ത് നമുക്ക് വിളവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് മുന്നേ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ അത് തന്നെ ചെയ്തത്. പിന്നെ അപ്പൊ തന്നെ ചേന എല്ലാം നമ്മൾ അങ്ങനെ ഇടവേളയായിട്ടാണ് ചെയ്യാറ്. ഇപ്പൊ ചേമ്പ് വെക്കാറുണ്ട് നമ്മൾ വാഴയുടെ ഗ്യാപ്പില്. ലോകമെമ്പാടുമുള്ള ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ അന്നജ സമ്പുഷ്ടമായ ധാന്യമാണ് അരി. വിവിധ പ്രദേശങ്ങളിലായി 20 ഏക്കറിലായി നെല്ലും മിഥുൻ കൃഷി ചെയ്തു വരുന്നു. പലയിടത്തെയും വിളവെടുപ്പ് കഴിഞ്ഞു. മികച്ച വിളവാണ് ഇത്തവണ ലഭിച്ചത്. വെള്ളാങ്ങല്ലൂർ സെന്ററിന് സമീപത്ത് റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായ കൃഷി ചെയ്തു വരുന്നു. ഉയർന്ന ഉൽപാദനക്ഷമതയും പ്രതിരോധശേഷിയുള്ളതുമായ ഇനമാണ്. ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ വാണിജ്യ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് റെഡ് ലേഡി ഇനത്തിലുള്ള പപ്പായ. കൂടാതെ തണ്ണിമത്തനും മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഈ യുവ കർഷകൻ. ജൈവ രീതിക്ക് പ്രാധാന്യം നൽകിയുള്ള വിവിധ വിളകൾക്ക് മികച്ച ഡിമാൻഡാണുള്ളത്. അതുകൊണ്ട് വിപണനം മിഥുന് വലിയ ബുദ്ധിമുട്ടില്ല. കാർഷിക പ്രവർത്തനങ്ങൾക്ക് വെള്ളാങ്ങല്ലൂർ ബ്ലോക്കിലെ വിവിധ കൃഷിഭവനുകളുടെ എല്ലാവിധ പിന്തുണയും മിഥുന് ലഭിച്ചു വരുന്നു. ആവശ്യഘട്ടങ്ങളിൽ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മികച്ച കർഷകൻ്റെ കൃഷിയിടങ്ങൾ സന്ദർശിക്കാറുമുണ്ട്. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ നെൽകൃഷിയുണ്ട്. ഈ വർഷം നെൽകൃഷി ഏകദേശം ഒരു 10 ഏക്കറോളം തരിശ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വിരിപ്പ് മുണ്ടകൻ, ഏകദേശം മുണ്ടകൻ ചെയ്യുന്ന സ്ഥലം 5 ഏക്കർ വീണ്ടും വിരിപ്പിന് ചെയ്തിട്ട് ആ സ്ഥലം നെൽകൃഷിയുടെ വിസ്തീർണം ആളുടെ സ്വയം പ്രയത്നത്തിൽ ഇരട്ടിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇതേ സ്ഥലത്ത് തന്നെ നെൽകൃഷി കഴിഞ്ഞാൽ മുണ്ടകൻ സീസൺ കഴിഞ്ഞാൽ 3-ാം വിളയ്ക്ക് തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി, പച്ചക്കറി, സാധാരണ കണിവെള്ളരി എന്നിവ കൃഷി ചെയ്തിട്ട് ഇരട്ടി വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. നെൽകൃഷിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ചാനലിൻ്റെ പണി നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പച്ചക്കറി കൃഷി എന്ന് വെച്ചാൽ പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം പച്ചക്കറി കൃഷി ഹൈടെക് കൃഷിക്കും കൊടുത്തിട്ടുണ്ട്. തുറന്ന സ്ഥലത്ത് പച്ചക്കറി കൃഷിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ മിഥുനെ സംബന്ധിച്ച് വാഴയായാലും നെല്ലൊഴിച്ചുള്ള ബാക്കി പൂർണ്ണമായ കൃഷിയും ഹൈടെക് കൃഷിയാണ്. തുള്ളി നന പ്രക്രിയയിലാണ് ആൾ എല്ലാ വളം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാക്കേണ്ട ഒരു കർഷകനാണ് മിഥുൻ. 24 മണിക്കൂറും കൃഷിയിൽ തന്നെയാണ് ആശാൻ നിൽക്കുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ കൃഷിഭവനിലേക്ക് വിളിച്ചാൽ തന്നെ മിഥുനെ കിട്ടണമെങ്കിൽ എപ്പോൾ വിളിച്ചാലും വരും. പക്ഷെ നമുക്ക് ഒരു വിഷമം, മിഥുന്റെ കൃഷി മുടങ്ങിയിട്ട് കൃഷിഭവനിൽ എപ്പോഴും വരാമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ പരമാവധി മിഥുന്റെ പ്ലോട്ടിലേക്ക് പോരണ പതിവ്. ഇനിയും മിഥുൻ കൂടുതൽ സ്ഥലത്ത് കൃഷി വ്യാപിപ്പിക്കാനുള്ള ഇതാണ്. ഇവിടത്തുള്ള ഭൂവുടമകളെ സംബന്ധിച്ച് മിഥുന് ഭൂമി കൈമാറ്റം ചെയ്ത് പാട്ട വ്യവസ്ഥയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സത്യസന്ധമായി കൃഷി ഇറക്കി ആ ഭൂമിയെ നശിപ്പിക്കാതെ തിരിച്ചേൽപ്പിക്കുന്നവരുള്ള കാരണം പാട്ടം എന്ന വ്യവസ്ഥ മിഥുന് ഒരു പ്രശ്നമല്ല. മിഥുനെ സാമ്പത്തികമായി സഹായിക്കാൻ മിഥുന് കുറെ സുഹൃത്തുക്കളുണ്ട്. ഏതു മേഖലയിലെന്ന പോലെ കൃഷിയിലും പല പ്രതിസന്ധികൾ വന്നെങ്കിലും അതിനെയൊക്കെ മറികടന്ന് സംസ്ഥാനത്തെ മാതൃകാ കർഷകനാകാൻ മിഥുന് കഴിഞ്ഞു. കാർഷിക മേഖലയിൽ സജീവമായി 3 വർഷത്തിനുള്ളിൽ പഞ്ചായത്തിലെ മികച്ച യുവ കർഷകനുള്ള പുരസ്കാരം മിഥുൻ സ്വന്തമാക്കി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ 2024-25 വർഷത്തെ കർഷക ജ്യോതി പുരസ്കാരം മിഥുനെ തേടിയെത്തി. കൃഷിയിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, കൃഷി എപ്പോഴും ലാഭം തന്നെയാണ്. കാരണം ഞാൻ ഏകദേശം ഒരു 10 സെന്റിൽ നിന്നാണ് കൃഷി ആരംഭിച്ചത്. ഇപ്പൊ ഏകദേശം ഞാൻ 9 വർഷമായി. അപ്പൊ ഇതിനെല്ലാത്തിനും നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ കൃഷിഭവനായാലും അതിനനുബന്ധിച്ച് നിൽക്കുന്ന എല്ലാ ഇവരും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് നല്ല സപ്പോർട്ടിങ് ആണ്. അപ്പൊ അതുകൊണ്ട് കൃഷിയിൽ നിന്ന് ഒരാളും പിന്മാറരുത്. ഭക്ഷണപ്രിയത്താൽ തുടങ്ങിയ കാർഷിക പ്രണയമാണ് വെള്ളാങ്ങല്ലൂർ സ്വദേശിയായ മിഥുനെ ഒരു മാതൃകാ കർഷകനാക്കിയത്. പാട്ടത്തിനെടുത്തതും സ്വന്തമായുള്ളതുമായ സ്ഥലത്ത് 1 ഇഞ്ച് ഭൂമി പോലും വെറുതെ ഇടാതെ, അനാവശ്യമായി 1 മിനിറ്റ് സമയം പോലും പാഴാക്കാതെ കൃഷിയാണ് തൻ്റെ ജീവിതം എന്ന് തെളിയിച്ചിരിക്കുകയാണ് മിഥുൻ.
കൃഷി ചെയ്യാൻ സ്ഥലവും സമയവുമില്ലെന്ന് പറഞ്ഞ് മടിപിടിച്ചിരിക്കുന്ന ഒരുപാട് പേർക്ക് വലിയ പ്രചോദനമായി തീരട്ടെ മിഥുൻ്റെ ഈ കാർഷിക വിജയം.